ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പപ്പീസ്. നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഹെഡ് സൈസും അതുപോലെ തന്നെ പോ സൈസും ഒക്കെ ഉണ്ട്. ഹലോ പെറ്റ് ലവേഴ്സ്, ടെസ ചാർലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടിയം സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ലാബ് പപ്പീസിനെ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് പപ്പീസിനെ നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പപ്പീസ്. ഇപ്പൊ ഈ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഹെഡ് സൈസും അതുപോലെ തന്നെ പോ സൈസും വരുന്നതാണ്. പിന്നെ ഫാദർ ആണെങ്കിൽ ഡയറക്റ്റ് ഇമ്പോർട്ടന്റ് സൺ ആണ്. മദർ ആണെങ്കിൽ ഡയറക്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്ടറാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പപ്പീസിനെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു പപ്പീസിനെ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. കാരണം ഈ ഒരു പപ്പീസിന് വെറും 28 ദിവസം മാത്രമേ പ്രായമാവുന്നുള്ളൂ. 28 ദിവസത്തിൽ തന്നെ ആ ഒരു ബ്ലഡിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു ലൈൻസിന്റെ ക്വാളിറ്റി ഒരു പപ്പീസിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ലാബ് എന്ന് പറയുന്നത് ഫാമിലി ഡോഗ് ആണ്. ഇപ്പൊ നിങ്ങൾ ഗാർഡിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെ നോക്കുന്നതെങ്കിൽ ഇവരെ നല്ലതുപോലെ ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഗാർഡിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിചാരിക്കും പ്രൊട്ടക്ഷൻ ഫീൽഡിലൊക്കെ ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ് അവരെയൊക്കെയുള്ള ബ്രീഡ്സ് മാത്രമേ നോക്കത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ലാബിനെ നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡിൽ ലാബ് ബ്രീഡ്സിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, ഇവർ നല്ല ഇന്റലിജന്റ് ബ്രീഡ്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പം ഇവരെ നല്ലതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏതൊരു കമാൻഡും ഇവർ ഫോളോ ചെയ്യും. ഓക്കെ, അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവർക്ക് റിവാർഡ്സ് കൊടുക്കുക. ഇവർക്ക് മെയിൻ ആയിട്ട് ഫുഡാണ് ഇഷ്ടം. അപ്പൊ നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ നല്ലതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു ലാബിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. അതായത് ഇവർക്ക് ഹെയർ കുറവായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രൈവർ ഇതുപോലുള്ള ഹെയർ ആയിട്ടുള്ള ബ്രീഡ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അത്ര ഒരു മെയിൻ്റനൻസിന്റെ ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവരെ നല്ലതുപോലെ ലോ കോസ്റ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് ഇവർ നല്ലതുപോലെ ഇണങ്ങും. അവർക്ക് ശരിക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്, നല്ല കമ്പാനിയൻ ആയിരിക്കും ഈ ഒരു ലാബ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ലോകത്ത് തന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രീഡ് തന്നെയാണ് ലാബ്. അപ്പോൾ ഈ ഒരു പപ്പീസ് ഇപ്പം നിലവിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോയൽ ക്യാൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു പപ്പീസിനെ വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു 3-4 മാസം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹോംലി ഫുഡ് കുറേശ്ശെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കാൽഷ്യം, വിറ്റമിൻ, അയൺ ഈ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇവരുടെ ഒരു ഗ്രോത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. ഈ ലാബ് എന്ന് പറയുന്നത് ഭയങ്കര ഫുഡി ആയിട്ടുള്ള ബ്രീഡാണ് കേട്ടോ. നിങ്ങൾ എത്ര ഫുഡ് കൊടുത്താലും ഇവന്മാർ കഴിച്ചോളും. അപ്പോൾ ഇവർ ഓവർ വെയിറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസും കൂടെ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഈ ബ്രീഡ് വരുന്നത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞാണ് 28 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ നല്ല ക്വാളിറ്റിയാണ് ഇവർ വലുതാകുമ്പോൾ വരുന്നത്. നല്ല ഹെവി സൈസ് ഒക്കെ ആവും. നിങ്ങൾക്ക് നല്ലൊരു കമ്പാനിയനും ആയിരിക്കും. നല്ല ഹെവി സൈസ് ഒക്കെ ആയിട്ട് വരുന്ന നല്ല പ്യുവർ ലാബ് ബ്രീഡാണ് കേട്ടോ. ഇപ്പൊ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഫീമെയിൽസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെഡ് സൈസും ക്വാളിറ്റിയും വരുന്നത്. അപ്പൊ ഫീമെയിലിന്റെ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പപ്പീസ് തീരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പേരൻസ് നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പപ്പീസിനെ വിത്ത് സർട്ടിഫിക്കറ്റും വിത്തൗട്ട് സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ പ്രൈസിന്റെ റേഞ്ച് വരുന്നത് 10,000 മുതൽ 15 വരെയാണ് റേറ്റ് വരുന്നത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ നിലവിൽ ഈ ഒരു പപ്പീസ് കൊല്ലം ജില്ലയിലാണെങ്കിലും കേരളത്തിൽ ഏത് ജില്ലയിലാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പൊ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വാളിറ്റി ഉള്ള പപ്പീസിനെ മിസ് ഔട്ട് ആവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.